ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് നല്ല രീതിയിൽ തന്നെ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്കായൊക്കെ തന്നെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ലെജൻഡ് ടെസ്റ്റ് ആനിമേഷൻ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നല്ല രീതിയിലുള്ള നല്ല ആനിമേഷണലായിട്ടുള്ള ഇൻട്രോ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലായിരിക്കും ഓണായി വരിക. അപ്പോൾ അതിലായിട്ട് ഇൻട്രോ മേക്കർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പണായി കിട്ടും. ആപ്ലിക്കേഷൻ ഓപ്പണായി കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ നിരവധി ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഏത് ടെംപ്ലേറ്റ്സ് ആണോ വേണ്ടത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഇത് ഇൻട്രോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സ്വൈപ്പ് ചെയ്ത പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആ ടെംപ്ലേറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഏത് ടെംപ്ലേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ മുകളിൽ കാണുന്ന ഫസ്റ്റത്തെ ടെംപ്ലേറ്റ്സ് ആണ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. ആ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ പലതരത്തിലുള്ള ഡിസൈൻസിൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മുടെ നമുക്ക് എഴുതി വരുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ സ്റ്റൈൽ 1 ഇപ്പോൾ ഇത് കിടക്കുന്നത്. നമുക്കിനി സ്റ്റൈൽ 2 മാറ്റാം. സ്റ്റൈൽ 2 മാറ്റുകയാണെങ്കിൽ പലതരത്തിലുള്ള ആനിമേഷനിങ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏത് ആനിമേഷനാണോ വേണ്ടത് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് ഈ ഇൻട്രോ മേക്കിൽ ഇത് വാട്ടർമാർക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ആ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നമുക്ക് ഇനി ഇവിടെ ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് ഏത് ഫോണ്ടാണ് വേണ്ടതെന്ന് നോക്കി ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഫോണ്ടിന് അനുസരിച്ച് നമുക്ക് ഇവിടെ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ഏതാണോ ആ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്. മെൽബിൻ വ്ളോഗ്സ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അടിയിലായിട്ട് സബ് ടൈറ്റിൽ നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സബ് ടൈറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് എന്ത് സബ് ടൈറ്റിലാണോ വേണ്ടത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പം ജസ്റ്റ് ബാക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ മാറ്റണം എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഈ കളർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്ക് എന്താ വെച്ചാൽ മാറ്റാൻ സാധിക്കും. അതേപോലെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. അതേപോലെ നമുക്കിവിടെ ആനിമേറ്റഡ് എന്നൊരു ഓപ്ഷൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആനിമേഷൻസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 3 ആനിമേഷനേ ഉള്ളൂ. ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആനിമേഷൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നിരവധി ആനിമേഷൻസ് ഇതുകൂടാതെ ഇനി ലോഡായി വരുന്ന സമയത്ത് നമുക്ക് നിരവധി ആനിമേഷൻ നമുക്ക് അടിയിലായിട്ട് ലഭിക്കുന്നുണ്ട്. നിരവധി ആനിമേഷൻസ് വരുന്നുണ്ട്. അപ്പം നമുക്കിതിൽ ഏത് ആനിമേഷനാണ് വേണ്ടത് ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് അവിടെ നിന്ന് ഇട്ടാൽ മതി. ഇപ്പോൾ ഒന്ന് ഞാൻ ഒരു ആനിമേഷൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ആനിമേഷൻ ഡൗൺലോഡ് ആവുന്നുണ്ട്. ആനിമേഷൻ ഡൗൺലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അടിയിലായിട്ട് ഈ ആനിമേഷൻ ഡൗൺലോഡായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ആനിമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ആനിമേഷനാണ് വേണ്ടതെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് വരുന്നുണ്ട്. സെറ്റിങ്സിൽ നമുക്ക് ഇവിടെ
കളറും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ സൈസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇവിടെ തന്നെ സ്നോ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. എങ്ങനത്തെ നമുക്ക് പലതരത്തിലുള്ള ആനിമേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി വാട്ടർമാർക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനായി ഇവിടെ വാട്ടർമാർക്ക് ഓപ്ഷൻ അവിടെ ഇൻറ്റു ചിഹ്നം കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ആഡ് കണ്ടാൽ നമുക്ക് ഈ വാട്ടർമാർക്ക് ഒരു ദിവസത്തേന് ഈ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ആവുന്നതായിരിക്കും. ചുമ്മാ ഒരു ആഡ് കണ്ടാൽ മതി, നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ മുകളിൽ കാണുന്ന ഈ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഏത് റെസൊല്യൂഷനാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇത് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പം ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി